വീട് വിട്ട് ഹോസ്റ്റലിൽ വന്ന എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ തോന്നുന്നത് ഇത് ഈ ഒരു വീടാണ് കേട്ടോ. നമ്മുടെ അബിയുടെ വീടാണ്. ഇത്തവണത്തെ സൺഡേ ഒരു ചേഞ്ച് ആക്കിയിട്ടെന്ന് വെച്ച് ചെറിയൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടി ഞാനിങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ആരുമില്ല അവിടെ, എല്ലാവരും പള്ളിയിൽ പോയി. എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പോയില്ല. ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും സ്റ്റൗ കത്തിക്കാൻ പറ്റാത്ത വിഷമത്തിൽ വരാന്തയിൽ പോയി അവളെയും നോക്കി നിന്നു. ഒരു 10:30 കൂടി പുള്ളിക്കാരത്തി വന്നു. മാക്സിമം നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയട്ടോ. പാവം ഓടി വന്നു. രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് നമ്മുടെ മിനിയമ്മയുടെ അടിപൊളി ബീഫ് കറിയും നല്ല അപ്പമായിരുന്നു. അപ്പോൾ രാവിലെ ഒരു നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് ഞാനും മിനിയമ്മയുടെ അമ്മയും കൂടെ വാതിക്കെ വന്നു. ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെ പറച്ചിലായി. കുറച്ച് നേരത്തേക്കൊന്ന് എഴുതിയാലോ എന്ന് വിചാരിച്ച് എഴുതി വന്നപ്പോൾ ദേ ഉച്ചയായി. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് കരുതി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ ചേച്ചി വന്നു. ചേച്ചി പള്ളിയിലെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എന്നെ അബിയനെ കാണാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആണെന്നും പറഞ്ഞ് റിസർച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഐശുവും അജിയും കൂടെ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം കിട്ടിയപ്പോൾ റിസർച്ചൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു യാത്ര പോകാമെന്ന് കരുതി നമ്മളെത്തിയത് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എനിക്കൊരു വീക്ക്നെസ്സാണ്. നമ്മുടെ അബിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്ത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലുമായി. ആ ഒരു സന്തോഷം എൻ്റെ ഫേസിൽ നിന്ന് കാണാമല്ലോ അല്ലേ. രാവിലെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം സമയമായതുകൊണ്ടും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. നമ്മുടെ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഫോട്ടോഗ്രാഫർ. ഞാൻ എൻ്റെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ എടുത്തു. അപ്പോൾ നമുക്ക് ഇറങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ചെറുതായിട്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അബിയ വെൽ സെറ്റിൽഡ് ആയിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാണ് കുറേ ആൾക്കാർ കൂടിയത്. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ അങ്ങോട്ട് ചാടി വെള്ളത്തിലേക്ക്. ശരിക്കും വെള്ളം കൂടുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ പോയില്ല. അതിങ്ങനെ ഒരു സ്പേസ് കണ്ടുപിടിച്ച് നമ്മൾ അവിടുത്തെ ഡാൻസും പാട്ടും ബഹളം നമ്മളായിരുന്നു അവിടെ ഏറ്റവും ആലമ്പ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ വെള്ളത്തിൽ ആർമാദമൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കേട്ടോ. കൈനകരിയിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടയത്ത് വെള്ളത്തിൽ വന്ന് കുളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം എന്നുള്ളൊരു എൻ്റെ ആഗ്രഹം അങ്ങനെ അങ്ങോട്ട് നടന്നു. എല്ലാവരും ഒരു കുളിയൊക്കെ കഴിച്ചപ്പോൾ നല്ല ഫ്രഷായി. നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. ഞാനും അജിയും സ്കൂട്ടിയിലായിരുന്നു, കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ പോണ വഴി ഒരു ചായയും പഴംപൊരിയും ബജ്ജിയൊക്കെ കഴിച്ചു. ഈ ഒരു സമയം വൈകുന്നേരത്തെ ആ ഒരു വൈബൊക്കെ പിടിച്ച് ഞങ്ങൾ അങ്ങനെ യാത്രയായി. ഇത് ചേച്ചിയുടെ മെയിൻ ആളാണ് കേട്ടോ. നമ്മളങ്ങനെ വീട്ടിലെത്തി റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ അബിയെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. റിസർച്ച് വിത്ത് കുക്കിംഗ് അബിയൊക്കെ തന്നെ ഒരു സംഭവം തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചിക്കനും ഒക്കെ റെഡിയായി നമ്മൾ കഴിക്കാനിരുന്നു. നമ്മളിവിടെ മെയിനായിട്ട് മിസ് ചെയ്യുന്ന ഒരാൾ അബിയുടെ പപ്പയാണ്. പപ്പ ഇവിടെ ഇല്ലായിരുന്നു. അടുത്തടുത്തുള്ള റോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ 5 പേരും എപ്പോഴും പോസ്റ്റിങ്ങിലൊക്കെ ഒരുമിച്ചായിരിക്കേ. അപ്പം എവിടെയോ എങ്ങനെയോ 5 പേരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നും ആഗ്രഹിച്ചിരുന്നൊരു ഡേ ആയിരുന്നു ഇത്. പക്ഷെ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഇങ്ങനത്തെ ഒരു ഡേ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി. ആ ഒരു സന്തോഷം 5 പേരുടെ മുഖത്ത് നമുക്ക് ഈ വ്ളോഗിൽ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ഡേ ഒരു മെമ്മറബിൾ ആയിട്ട് ഇവിടെ കിടക്കട്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.